ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചു. എല്ലാരും കഴിച്ച് നമ്മൾ നേരെ കായലിലേക്ക് എൻ്റർ ചെയ്യാണ്. അമ്മച്ചൻ കുറെ നേരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഒരു ഹരം ചാനലിൽ ഇന്നത്തെ ഹരം ചൂണ്ടയിട്ട് കരിമീനെ പിടിക്കുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ വിജിത്തണ്ണൻ, അറിയപ്പെടുന്നത് മങ്ങാടൻ. അങ്ങനെ ഞങ്ങള് വള്ളമൊക്കെ സെറ്റാക്കി നേരെ ഞങ്ങള് കായലിലേക്ക് പോവുകയാണ്. പോട്ടെ 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 പോട്ടെ. ഇത് പുത്തനങ്ങാടിയിൽ നിന്ന് കായലിലേക്ക് കിടക്കുന്ന തോടാണ്. നേരെ എഞ്ചിനൊക്കെ സ്റ്റാർട്ടാക്കി. മങ്ങാടാ, പറപ്പിച്ചു വിട്ടോ, ഒന്നും നോക്കണ്ട. തോട് വഴി കായലിലേക്കുള്ള യാത്ര നല്ലൊരു വൈബ് കാഴ്ചകളാണ് നമുക്ക് നൽകുന്നത്. കൂടെ ഞങ്ങളും തോമാച്ചനും കൂട്ടിനുണ്ട്. നമ്മൾ നേരെ കായലിലേക്ക് എൻ്റർ ചെയ്യാണ്. നമ്മൾ കായലിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ചൂണ്ടയിടാനുള്ള സ്പോട്ടിലേക്കാണ് പോകുന്നത്. റിസോർട്ട് കടവിലേക്കാണ് ആദ്യം പോകുന്നത്. കാറ്റില്ല, വലിയ കുഴപ്പമില്ല. ഇതായെത്തി നമ്മുടെ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. ഗസ്റ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, ഓഫ് സീസൺ ആണെന്ന് തോന്നുന്നു. ഇത് ചെമ്മീൻ കെട്ട്, വള്ളം കെട്ടി സെറ്റാക്കി ചൂണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കും കിട്ടിയ ഒരു ചൂണ്ട. എന്താണെന്ന് പറയുന്നത്, തോമാച്ചൻ പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞ സ്കോർ ചെയ്തിരിക്കുകയാണ്. ജനിച്ചു വീണ കരിമീൻ കുഞ്ഞിനെ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് വലിയ ഗമ കാണിച്ചിട്ടിരിക്കുകയാണ്. ഗസ്റ്റ് ഉണ്ട്, ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് ചെറിയ മീനൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. നേരെ ചെമ്മീൻ കെട്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കിടിലം വൈബാണ്. അടുത്തടാ, അടിച്ചടാ മോനെ. ഷോട്ട് കിട്ടിയില്ല. കിടില സാധനം. തോമാച്ചാൻ അടുത്ത അതിനേക്കാൾ വലുതൊരെണ്ണം തൂക്കൊന്നും പറഞ്ഞിരിക്കണം. ഇല്ല, ഒന്നുമില്ല. അടുത്തത് തോമച്ചൻ കുറെ നേരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഞാൻ അവസാനം ചൂണ്ടയിടൽ നിർത്തിയിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. അതെങ്കിലും മര്യാദയ്ക്ക് ചെയ്യാതെ വെച്ചു. ഞങ്ങളുടെ അടുത്ത ഓർമ്മത്തിനെ കൂടെ പൊക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം മടുത്തപ്പം ഞങ്ങൾ പതിയെ കുറച്ചു നേരം വൈബൊക്കെ പിടിച്ച് നേരെ വീണ്ടും തിരിച്ച് ബാക്ക് കടവിലേക്ക് പോരാൻ തീരുമാനിച്ചു. കിട്ടിയ സാധനത്തിനെ ഞങ്ങൾക്ക് തന്നു വിട്ടു. ഞങ്ങളതിനെ കൊണ്ടുവന്ന് ചട്ടിയിലാക്കി അടുത്ത പരിപാടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം മുളകിട്ട കരിമീൻ കറിയും പൊറോട്ടയും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടിപ്പിടിച്ചു. അതല്ലേ പറഞ്ഞ വേസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചു. എല്ലാരും കഴിച്ച്.